ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു തട്ടിക്കൂട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. തട്ടിക്കൂട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്കെല്ലാം നല്ല കറി തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ സാമ്പാറിനൊന്നും നേരമില്ല, വറുത്തരച്ച് വെക്കാനൊന്നും പെട്ടെന്ന് സമയമില്ലയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനൊരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സവാള, ഒരു തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ ഒരു കുമ്പളൻ കഷ്ണങ്ങൾ കണ്ടല്ലോ, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് കൂടുതലായിട്ട് ഇതിലുള്ളത് മുരിങ്ങക്കായാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നന്നായിട്ടുള്ളൊരു അടിപൊളി സാമ്പാർ പോലെ വറുത്തരയ്ക്കാതെ തന്നെ ഒരു സാമ്പാർ വെച്ചെടുക്കാം. അപ്പോൾ അതാ അതിലേക്ക് ഞാൻ പരിപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ്, ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 2-3 വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട് ചതച്ചിട്ട്, പിന്നെ 3 പച്ചമുളകും നെടുകെ കീറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കർ അടച്ച് വെച്ചൊന്ന് വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമുക്കിതാ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ എപ്പോഴും ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കണ സമയത്ത് ഞാൻ കത്തിയൊക്കെ നന്നായിട്ടൊന്ന് മൂർച്ചയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു പാത്രങ്ങൾ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ നാടൻ കറികളും, ഞാനിപ്പോൾ ഒരുപാട് ആർഭാടത്തിലൊന്നും അല്ല ഇവിടെ ചട്ടികളും പാത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടൊന്നും അല്ല ഞാൻ ഇരിക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ എന്തൊക്കെയാണോ സ്റ്റീലിൻ്റെ ഇതിനായിട്ട് ഞാനിപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള പാത്രങ്ങളും അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ഉള്ളതല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ബോറടിക്കണില്ല എന്ന് ഞാൻ വിചാരിക്കണോ. അല്ല, അങ്ങനത്തെയൊക്കെ കമൻസൊക്കെ കാണുമ്പോൾ വിഷമമുണ്ട്. അതുകൊണ്ടാണ് പറയണത്. ഞാൻ വാങ്ങിക്കില്ല എന്ന് പറയണില്ല, ഞാൻ വാങ്ങിക്കും. അപ്പം കുറച്ചും കൂടെ ആവട്ടെ. അപ്പോൾ പുതിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കും. എനിക്ക് ആവശ്യമുണ്ട്, പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഉള്ളതിൽ ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ ഏറ്റെടുത്തിട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോ ഏറ്റെടുത്ത പോലെ തന്നെ നിങ്ങൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ ഒരുപാട് ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് അവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങക്കായൊക്കെ നമ്മളിവിടെ നുറുക്കിയെടുത്തു. ഇനി അടുത്ത ഊഴെന്ന് പറയുന്നത് ഈ ഒരു കുമ്പളങ്ങ കഷ്ണം കൂടെ ഒന്ന് നുറുക്കി കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ നുറുക്കി റെഡിയാകും. അപ്പോഴേക്കും അവിടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിലല്ലേ, വേഗം ആകുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് വരുമാനമൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളാണ് എന്നെ ഇത്രയും ആക്കിയത്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു പാലക്കാടിലെ ഒരു കുഗ്രാമത്തിൽ ഉള്ള എന്നെ എന്താ പറയുക, ഇത്രയും വ്യൂസൊക്കെ ആക്കിയത് നിങ്ങളാണ്. ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവണില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതാ കഷ്ണങ്ങളൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ഉരുളക്കിഴങ്ങും കൂടെ മുറിച്ചെടുത്താൽ മതി. ഞാനിങ്ങനെ ചെത്തൊന്നുമില്ല, അങ്ങനെ ചുരണ്ടിയാൽ തന്നെ ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം നുറുക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിപ്പ് വെന്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു സവാളയും തക്കാളിയൊക്കെ നുറുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ ഒരു പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്തരച്ചിട്ടല്ല വെക്കണത്, പക്ഷേ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റായിരിക്കും ഈ ഒരു കറിക്ക് ഉണ്ടാവുക. ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടാലാണത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പും പിന്നെ പൊടികൾ ചേർക്കുന്നത് അവസാനമാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഉപ്പൊക്കെ ചേർത്ത്, കല്ലുപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, അത് മുങ്ങണ ആ ഒരു രീതിക്ക് മാത്രം വെള്ളം
എടുത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഉടഞ്ഞു പോകാൻ പറ്റില്ല കഷ്ണങ്ങൾ, അപ്പോൾ അതിന് മാത്രം കുറച്ച് മാത്രം വേവിച്ചാൽ മതി. ഉടഞ്ഞു പോയാൽ ഏത് കറിയാണെങ്കിലും അതേ കഷ്ണങ്ങൾ ഒരുപാട് ഉടഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇത്രയും വെള്ളം ഇതിന് ആവശ്യമുണ്ട്. ഇനി ഇതാ നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉപ്പൊക്കെ അവനവൻ്റെ പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു മുറി തേങ്ങ ചിരകിയെടുക്കാം. ഞാനൊരു മുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു പച്ച കളറുള്ള പാത്രത്തിൽ ഈ ഒരു തേങ്ങ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ. ഞാൻ കുറച്ച് നേരം നോക്കി നിൽക്കും ഇങ്ങനത്തെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുരകിയെടുക്കട്ടെ. അപ്പോൾ ഞാനതവിടെ അങ്ങനെ ചുരകുമ്പോൾ ഒക്കെ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന്. എന്നാൽ ചുരകി തരാമെന്ന് പറഞ്ഞില്ല, ചുരകി തരാറുണ്ട് കേട്ടോ. ഒക്കെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊക്കെ കച്ചവടത്തിന് പോകേണ്ട കാരണം ഞാൻ പിന്നെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ആ തേങ്ങ ഒക്കെ ചുരകി എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അരച്ചെടുക്കുക. അതാ ഞാനതിലൊന്നും ചേർത്തിട്ടില്ല. ജീരകം ആവശ്യമുള്ളവർക്ക് ചേർക്കുക. ഈ ഒരു കറിക്ക് ജീരകം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തത്. അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താളിക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു കഷ്ണത്തിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം എടുക്കുക, അതിനിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി താളിപ്പ് ചേർത്ത് കൊടുക്കുക. കറിയിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച ശേഷം നമ്മളതാ അരിഞ്ഞ് വെച്ച നമ്മുടെ ചെറിയുള്ളി ഒരു 5-6 ചെറിയുള്ളി ഞാൻ വട്ടത്തിലരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മൊരിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനിയാണ് സാമ്പാറിൻ്റെ കൂട്ട് നമ്മളിവിടെ ചേർക്കണത്. ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ സാമ്പാർ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. കിച്ചൺ ട്രഷറാണ്. സാമ്പാർ പൊടി കുറച്ച് കൂടുതൽ തന്നെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളറും നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല മണവും ഈ ഒരു സമയത്ത് കിട്ടും. അപ്പോൾ അതൊന്ന് നന്നായി മൂപ്പിച്ച ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. അതിന് ശേഷം തുറന്ന് നോക്കുക. നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.